കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം. നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ വീണ്ടും ഭാഗ്യം ലഭിച്ചതുകൊണ്ട് ദൈവത്തിന് മഹത്വം. ഈ ഡിസംബർ മാസം എന്തുകൊണ്ടും ക്രിസ്തുമസിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു മാസമാണ്. നമ്മൾ ഈ വർഷത്തിന്റെ ഏറ്റവും അവസാനത്തെ മാസത്തിലേക്ക് വന്നെത്തിയിരിക്കുന്നു. നമ്മളൊക്കെയും വളരെ പ്രതീക്ഷയോടുകൂടെ 2025 എന്ന പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കുവാൻ കാത്തിരിക്കുകയുമാണ്. എന്നാൽ വരുന്ന ചില ദിവസങ്ങൾക്കുള്ളിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ, ലോകമെമ്പാടുമുള്ള സകല മനുഷ്യരും ക്രിസ്തുവിന്റെ ജനനത്തെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഓർക്കുകയും ആ നിലയിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ്. എന്നാൽ ക്രിസ്തുമസ് അതിന് ഒരു കാരണമുണ്ട്. There is a reason for this season. ഈ ആഘോഷവേളയ്ക്ക് പിന്നിൽ ശരിക്കും ഒരു കാരണം, അത് ക്രിസ്തുവിന്റെ ജനനമാണ്. ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ കൂടെ ഇന്ന് ചിന്തിച്ച് അതിന്റെ മാഹാത്മ്യം ഓർത്ത് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം, നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. നാം ഒരു പ്രാവശ്യം കണ്ടതാണ് ക്രിസ്തുമസിന്റെ പ്രത്യേകത എന്താണ്. അത് ക്രൂശിൽ മരിച്ച കർത്താവിന്റെ മഹത്വം വർണ്ണിക്കുന്ന ഒന്നാണ് ക്രിസ്തുമസ്. അവൻ ആരായിരുന്നു എന്ന് കാണുവാനിടയായി. എന്നാൽ ഇന്ന് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ടു സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ, നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണം എന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ട് ചെന്നു മറിയയെയും യോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. കേട്ടവർ എല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ട് ഇരുന്നു. തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. ഈ വേദഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശുക്രിസ്തു ജനിച്ച ആ രാവിനെ കുറിച്ചാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ ജനിച്ച അവന്റെ ജനനം എന്തുകൊണ്ടും മഹത്വമാർന്നതാണ്. അതെ, യേശുക്രിസ്തു ജനിച്ച ആ ക്രിസ്മസ് രാവ്, ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ആ രാത്രി, അന്ന് എന്തോ ഒരു അത്ഭുതങ്ങളാണ് നടന്നത്. വിദ്വാൻമാർ കർത്താവിനെ കാണുവാനായിട്ട് വരുവാനുള്ള ഒരുക്കം നടത്തിയത് ഞങ്ങൾ അവന്റെ നക്ഷത്രം ആകാശത്തിൽ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ യേശുക്രിസ്തു ജനിച്ച ആ രാത്രിയിൽ തന്നെയാണ് കിഴക്ക് അറേബ്യൻ നാട്ടിലുള്ള ആ വിദ്വാൻമാർ വളരെ ദൂരെ നിന്ന് അവരുടെ യാത്ര തിരിക്കുവാനായിട്ട് നക്ഷത്രം ഉദിച്ചത്. യേശുക്രിസ്തു ജനിച്ച ആ രാത്രിയിൽ അവന്റെ നക്ഷത്രം ആകാശത്ത് കാണുവാൻ തുടങ്ങി. എന്നാൽ ആ രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ, നമ്മളവിടെ വായിക്കുന്നത് കർത്താവിന്റെ ഒരു ദൂതൻ എന്നാണ്. അത് ഗബ്രിയേൽ ആയിരിക്കാം എന്ന് വേദ പഠിതാക്കൾ പലപ്പോഴും കരുതുന്നു. അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് യോസേഫിനും അതുപോലെ തന്നെ മറിയയ്ക്കും മുമ്പേറെ വന്ന് പറഞ്ഞു കൊടുത്ത ഗബ്രിയേൽ ദൂതൻ, അവന് വഴിയൊരുക്കുവാൻ വരുന്ന സ്നാപക യോഹന്നാന്റെ ജനനത്തെ കുറിച്ച് സഖറിയാവിന് പറഞ്ഞുകൊടുത്ത ഗബ്രിയേൽ ദൂതൻ,
ആ ഗബ്രിയേൽ ദൂതൻ യേശു ക്രിസ്തു ജനിച്ച ആ രാത്രിയിലും വളരെ ആക്റ്റീവായിരുന്നു. ആ കർത്താവിന്റെ ദൂതൻ ഇടയന്മാരുടെ അടുക്കലേക്ക് ചെന്നു. കർത്താവ് ജനിച്ചതിനെ കുറിച്ച് പറയുകയാണ്. കർത്താവ് ജനിച്ചു. അവൻ കർത്താവായ ക്രിസ്തു യേശു അല്ലെങ്കിൽ ക്രിസ്തു എന്ന രക്ഷിതാവ് എന്നാണ് അവനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ ജനിച്ചിരിക്കുന്ന യേശു അഥവാ രക്ഷകൻ, അവൻ കർത്താവാണ്. അവൻ ദൈവത്തിന്റെ അഭിഷിക്തനായ ക്രിസ്തുവാണ്. അപ്പോൾ യഹോവയായ ദൈവം, കർത്താവായ ദൈവം ക്രിസ്തുവായി, ദൈവത്തിന്റെ അഭിഷിക്തനായി, രക്ഷകനായി ജനിച്ചിരിക്കുന്നതാണ് ഈ ദൂതൻ വ്യക്തമായി പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അന്ന് ഈ ശിശുവിന്റെ അടുക്കലേക്ക് വന്ന് ഈ ശിശുവിനെ കാണുവാൻ തക്കവണ്ണം യാതൊരു യോഗ്യതയും ഇടയന്മാർക്കില്ല. കാരണം ഇടയന്മാർ യഹൂദ നിയമപ്രകാരം ദൈവത്തിന്റെ ആലയത്തിലേക്കോ ദൈവസന്നിധിയിലേക്കോ അവർ വരുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളവരല്ല. അവർ അശുദ്ധരാണ്. അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ദിവസങ്ങളോളം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ദൈവാലയത്തിലേക്ക് വരുവാൻ കഴിയുള്ളൂ. എന്നാൽ ഇപ്പോഴിതാ സ്വർഗത്തിലെ ദൈവം, തേജോമയനായ ദൈവം മനുഷ്യനായി പിറന്ന വാർത്ത തന്റെ ദൂതൻ മുഖാന്തരം ഇടയന്മാരോട് അറിയിക്കുകയാണ്. ആ രാത്രി എന്തുകൊണ്ടും മഹത്തരമാർന്ന രാത്രിയാണ്. ദൈവത്തിന്റെ കൃപ വെളിപ്പെട്ട രാത്രിയാണ്. ആകാശത്തിൽ അവന്റെ നക്ഷത്രം കണ്ടു എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ കൃപ, അശുദ്ധരായിരിക്കുന്ന ഇടയന്മാർ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ വിളംബരം ചെയ്തുകൊണ്ട് അവരെ വിളിക്കുകയാണ്. അങ്ങനെ ദൈവം മനുഷ്യനായി പിറന്നപ്പോൾ അവനെ കാണുവാൻ വന്ന ഭാഗ്യവാന്മാരാണ്, ആ ചോര കുഞ്ഞിനെ കണ്ട ഭാഗ്യവാന്മാരാണ് ഇടയന്മാർ. അവർ ആ സമയത്ത് മറ്റൊരു അത്ഭുതം കൂടെ കാണുവാനായിട്ട് ഇടയായി. യേശു ക്രിസ്തു എങ്ങനെയുള്ളവനാണ്? ഇടയൻ പറഞ്ഞു, ആ കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അപ്പോൾ അവിടെ ഒരു വലിയ ആരാധന നടക്കുകയാണ്. യേശു ഭൂമിയിൽ പിറന്ന രാവ്, അത് ദൂതന്മാർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു രാത്രിയായിരുന്നു. അവരെന്താണ് പറഞ്ഞത്? അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഗ്ലോറി ടു ഗോഡ് ഇൻ ദ ഹയസ്റ്റ്. അപ്പോൾ അന്ന് ആ രാത്രിയിൽ ഒരു പ്രത്യേക രാത്രിയായിരുന്നു, പ്രത്യേക അനുഭവമായിരുന്നു. ഗ്ലോറി ടു ഗോഡ് ഇൻ ദ ഹയസ്റ്റ്. ദൂതന്മാർ, ആ ദൂതന്മാരുടെ സൈന്യം കർത്താവിന്റെ ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തുകയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, സ്വർഗത്തിൽ ദൈവത്തിന്റെ മഹത്വം. ദ ഗ്ലോറി ഓഫ് ഗോഡ് ഇൻ ദ ഹെവൻലി പ്ലേസസ്. സ്വർഗത്തിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവത്തിന്റെ പ്രസാദം ലഭിച്ച മനുഷ്യർക്ക് സമാധാനം. അതെ, സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ സ്വർഗത്തിൽ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ ദൂതന്മാർ അവനെ പുകഴ്ത്തുന്ന രംഗം നമുക്ക് കാണുവാൻ കഴിയും. എന്താണ്? ദൈവത്തിന് മഹത്വം കൊണ്ടുവരുന്ന ദൈവത്തിന്റെ പുത്രന്റെ പിറവി. അതുപോലെ ഭൂമിയിൽ സമാധാനത്തിന്റെ പ്രഭു ജനിച്ചതുകൊണ്ട് ദൈവത്തിന്റെ പ്രസാദം ലഭിച്ചവർക്ക് സമാധാനം ലഭിക്കുന്ന രാത്രി. അതെ, സ്വർഗത്തിൽ മഹത്വം കൊണ്ടുവരുവാൻ, ഭൂമിയിൽ സമാധാനം കൊണ്ടുവരുവാൻ ദൈവപുത്രൻ ജനിച്ചതിന്റെ മഹത്വം വിളംബരം ചെയ്യുന്ന ഒരു രാത്രിയായിരുന്നു ആ രാത്രി. തന്നെയുമല്ല, അന്ന് ബേത്ലഹേമോളം ചെന്ന് ഈ ശിശുവിനെ കണ്ട് ദൂതന്മാർ മടങ്ങിപ്പോരുമ്പോൾ അവർ ചെയ്തതെന്താണ്? 17-ാം വാക്യം: കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. കേട്ടവരെല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു. ഞാൻ ഈ വേദഭാഗം ധ്യാനിച്ചപ്പോൾ ചിന്തിക്കുകയായിരുന്നു, യേശുവിന്റെ അമ്മയായ മറിയയെയും പിതാവായ യോസേഫിനെയും കണ്ട്
ഈ ശിശുവിനെ കുറിച്ച് ദൂതൻ തങ്ങളോട് പറഞ്ഞത് ഈ ഇടയന്മാർ വിശദീകരിച്ചു. അവർ ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കേട്ടവർ എല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു എന്ന് പറയുമ്പോൾ യോസേഫും മറിയയും മാത്രമല്ല, ആ രാത്രിയിൽ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ ജനനം സ്വർഗം വിളംബരം ചെയ്ത ജനനമാണ്. ദൂതന്മാർ വന്ന് വിളംബരം ചെയ്ത ജനനമാണ്. ദൂതന്മാർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ഇടയന്മാർ കണ്ടു എന്ന് എത്ര മനോഹരമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഇടയന്മാർ അവർ കണ്ട കാഴ്ചയും അവർ കേട്ട വാർത്തയും മറ്റുള്ളവരോട് അറിയിച്ചു. ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഈ ശിശുവിന്റെ ജനനത്തിന് ശേഷം അവർ ഈ കുഞ്ഞിനെ വന്ന് കാണുന്നത് മറിയയോടും യോസേഫിനോടും ഒപ്പമാണ്. പക്ഷേ ഇവരുടെ ഈ വരവ് മറ്റുള്ളവരെ ഇവിടേക്ക് ആകർഷിച്ചു. ഈ ഇടയന്മാർ എത്ര പേരുണ്ടായിരുന്നു നമുക്കറിയില്ല. പക്ഷെ അവരിവിടേക്ക് വന്നിട്ട് മറിയയോടും യോസേഫിനോടും ഈ കാര്യം പറയുമ്പോൾ മറിയ ഇത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് നാം വായിക്കുന്നു. എന്നാൽ അവർ പോകുമ്പോൾ ആ ഇവരോട് കൂടെ വന്നവരും മറ്റുള്ളവരും ഒക്കെ ആകാം, കേട്ടവർ എല്ലാവരും ആശ്ചര്യപ്പെട്ടു എന്നാണ് നാം വായിക്കുന്നത്. ഇടയന്മാർ അന്ന് ആ വാർത്ത മറ്റു പലരെയും അറിയിച്ചിരുന്നു. അതെ, സ്വർഗത്തിലെ ദൂതന്മാർ അറിഞ്ഞു ദൈവം മനുഷ്യനായി ഭൂമിയിൽ പിറന്നു എന്ന്. ഇടയന്മാർ അറിഞ്ഞു ദൈവം മനുഷ്യനായി ഭൂമിയിൽ പിറന്നു എന്ന്. യേശുവിന്റെ അമ്മയായ മറിയയും യോസേഫും അറിഞ്ഞു ദൈവം മനുഷ്യനായി ഭൂമിയിൽ പിറന്നു എന്ന്. ഇടയന്മാർ അറിഞ്ഞു, അതവർ മറ്റുള്ളവരോട് പറഞ്ഞു. കേട്ടവരെല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇതെന്തോ ഒരു വാർത്ത. അതുകൊണ്ട് ക്രിസ്തുമസ് രാത്രി ഒരത്ഭുത രാത്രിയായിരുന്നു. ചരിത്രത്തെ രണ്ടായി വേർതിരിച്ച രാത്രി, ദൈവം മനുഷ്യനായി തീർന്ന രാത്രി. ഇനിയും ഭാവിയിലെ ചരിത്രം മുഴുവൻ ഈ രാത്രിയോട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അതെ, കീറ്റുശീല കൊണ്ട് പൊതിഞ്ഞു കിടത്തിയിരിക്കുന്ന, പശുത്തൊട്ടിയിൽ കിടക്കുന്ന ആ ശിശു വ്യക്തമായി വിളിച്ചു പറയുകയാണ്, ഞാൻ മരിക്കുവാൻ വേണ്ടി ജനിച്ചവനാണ്. ശീലകൾ പൊതിഞ്ഞ് ആ പശുത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിന്റെ ആ ക്ലിഷ്ടമാം കിടപ്പ് കണ്ട് ഇന്ന് രാത്രിയിൽ നിങ്ങളും ഞാനും അവന്റെ സന്നിധിയിൽ ആ രാത്രിയിൽ ദൂതന്മാർ ഇടയന്മാർ ആരാധിച്ചു മഹത്വപ്പെടുത്തിയതുപോലെ നിങ്ങളും ഞാനും ആയിരിക്കുന്ന ഇടത്ത് ആയിരുന്നു കൊണ്ട് അവനെ മഹത്വപ്പെടുത്തുവാൻ നമുക്കും ഇടയായി തീരട്ടെ. ആ രാത്രി നമ്മുടെ ജീവിതത്തിലേക്ക് പ്രകാശം കൊണ്ടുവന്ന രാത്രിയായിരുന്നു. ആ രാത്രി നമ്മുടെ ജീവിതത്തിലെ ഇരുട്ട് മാറ്റി, നമ്മുടെ അന്ധകാരം മാറ്റി, നമ്മുടെ ഹൃദയത്തെ ശോഭാപൂർണമാക്കി തീർക്കുന്ന രാത്രിയായിരുന്നു. ദൈവം മനുഷ്യനായി ഭൂമിയിൽ പിറന്നത് സ്വർഗത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം കൊണ്ടുവരുവാനാണ്. ദൈവം മനുഷ്യനായി ഭൂമിയിൽ പിറന്നത് ദൈവത്തിന്റെ പ്രസാദം ലഭിക്കുന്ന സകല മനുഷ്യർക്കും സന്തോഷവും സമാധാനവും ആശ്വാസവും കൊണ്ടുവരുവാനാണ്. അതെ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൈവത്തിന്റെ പ്രസാദം ലഭിച്ച മനുഷ്യർ ആരാണ്? നാം വായിക്കുന്നു, നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. അതെ, ദൈവത്തിന്റെ പ്രസാദം അനുഭവിക്കുന്ന മനുഷ്യർ, ദൈവത്തിന്റെ പ്രസാദം ആസ്വദിക്കുന്ന മനുഷ്യർ, അത് ദൈവത്തിന്റെ കൃപ ലഭിക്കുന്നവരാണ്. നിങ്ങൾക്കും എനിക്കും ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ദൈവം നമ്മെ നിത്യതയിലെ പ്രിയനായവനിൽ മുൻകണ്ടു, പ്രിയനായവനിൽ തിരഞ്ഞെടുത്തു, പ്രിയനായവനിൽ ദത്തെടുത്തു, പ്രിയനായവനിൽ നമ്മളെ അവകാശികളാക്കി തീർത്തു. നാം എത്ര ഭാഗ്യമുള്ളവരാണ്. അതുകൊണ്ട് ആ ക്രിസ്മസ് രാവ്, ദൈവം മനുഷ്യനായി തീർന്ന ആ രാത്രി, അന്ന് സ്വർഗത്തിൽ ആകാശത്തിൽ ഒരു വലിയ അത്ഭുതം. അതെ, അവിടെ അവന്റെ നക്ഷത്രം. പിന്നെയും ആകാശമധ്യത്തിൽ ദൂതന്മാർ ഇറങ്ങി വന്ന് ദൈവത്തെ പുകഴ്ത്തുന്ന അനുഗ്രഹീത കാഴ്ച. ഭൂമിയിൽ ദൈവത്തിന്റെ പ്രസാദം ലഭിച്ച ഇടയന്മാർ അവരുടെ അധ്വാന സ്ഥലം വിട്ട് അവർ കർത്താവിനെ കണ്ട് സന്തോഷത്തോടെ അവനെ മഹത്വപ്പെടുത്തി ദൈവത്തെ പുകഴ്ത്തി മടങ്ങിപ്പോകുന്ന രാത്രി. ഇന്ന് നിങ്ങളും ഞാനും ഈ കർത്താവിനെ കണ്ടിട്ട്
ദൈവത്തിന്റെ പ്രസാദം ലഭിച്ച് ദൈവീക സമാധാനം ലഭിച്ചതുകൊണ്ട് അത്യുന്നതങ്ങളിൽ വാഴുന്ന നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം, അവന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കാം. ഈ ശിശുവായി പിറന്ന കർത്താവായ യേശു ക്രിസ്തു, അവൻ ക്രൂശിൽ മരിച്ച് നമുക്ക് വേണ്ടി സ്വർഗത്തിലൂടെ കടന്നുപോയ ഒരു മഹാപുരോഹിതനാണ്. അവൻ വിശുദ്ധ ആലയത്തിൽ ഇന്നും സ്തുതിസ്തോത്രങ്ങൾ സ്വീകരിച്ച് ആരാധന സ്വീകരിച്ചു വാഴുന്നവനാണ്. പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു. അവൻ രാജാതിരാജാവും കർത്താതി കർത്താവുമായി ഭൂമിയെ വാഴുവാൻ മടങ്ങി വരുന്നു. തന്നിൽ വിശ്വസിക്കുന്ന ഭക്തന്മാരെ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ തന്റെ സന്നിധിയിൽ സ്വർഗീയ ഭവനത്തിൽ ചേർക്കുവാൻ അവൻ വീണ്ടും പ്രത്യക്ഷനാകും. നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതുവരെയും ഈ സ്വർഗീയമായ ചിന്തകളാൽ നമുക്ക് അവനെ ആരാധിച്ച് സന്തോഷത്തോടെ തുടരാം. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വാക്കുകൂടെ സ്തോത്രം ചെയ്യാം. പരിശുദ്ധനായ പ്രിയ പിതാവേ, ഞങ്ങളുടെ ഉള്ളങ്ങളിലേക്ക് യേശു ക്രിസ്തുവിന്റെ ജനനം മൂലം പകർന്ന ദിവ്യ സമാധാനത്തിനായിട്ട് സ്തോത്രം. ദൈവത്തിന്റെ പ്രസാദം ലഭിക്കുവാൻ, ദൈവത്തിന്റെ കൃപ ലഭിപ്പാൻ ഞങ്ങൾക്കിടയാക്കിയത് കൊണ്ട് സ്തോത്രം. അതുകൊണ്ട് ശത്രുക്കളായിരുന്ന ഞങ്ങളെ യേശു ക്രിസ്തു തന്റെ മരണം മൂലം ദൈവത്തോട് നിരപ്പിച്ചു, ഞങ്ങൾക്ക് സമാധാനം നൽകി. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന സമാധാനത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ നെടുമ്പാട് വീണ് ഞങ്ങൾ ഒരുക്കിക്കൊണ്ടുവന്നിരിക്കുന്ന സ്തുതിസ്തോത്ര യാഗങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.